എത്രക്ക് മാറി സെന്റ് കൊടുക്കാം? 45,000 റുപ്യ കൊടുക്കാം. എത്ര? 45,000 റുപ്യ. 5 മോളില് 5 മോൾ 6 രജിസ്ട്രേഷൻ തന്നെ 45,000 റുപ്യക്ക് മാരുതി സെന്റ് കൊടുക്കാം. ആളുകൾ വന്നോട്ടല്ലേ? ആളുകൾ വണ്ടിക്ക് ചോദിക്കുന്ന 1,19,000 റുപ്യ. എത്ര? 1,19,000. 1,19,000 റുപ്യക്ക് 2007 പേപ്പറിൽ വണ്ടി കൊടുക്കാം അല്ലേ? 1,19,000 റുപ്യക്ക് 28 പേപ്പർ ഉണ്ട്. 28 പേപ്പറിൽ ആൾട്ടോക്ക് എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? നമുക്കൊരു 79,500 കൊടുക്കാം. 79,500 റുപ്യക്ക് 28 പേപ്പറിൽ ആൾട്ടോ LX കൊടുക്കാല്ലേ? നല്ല ഉള്ളണ്ടല്ലേ പേപ്പർ? 75 റുപ്യ കൊടുക്കാം. എത്ര? 75,000 റുപ്യ കൊടുക്കാം. 75,000 റുപ്യക്ക് 2012 മോഡൽ 12 മോള് വരട്ടെ. വെറും 75,000 റുപ്യ സെഡാൻ വണ്ടി ഡീസൽ വണ്ടി കൊടുക്കാം. ആൾക്കാരെ ഡെലിവറി കൊടുക്കോ? ഡെലിവറി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. 33 റുപ്യ കൊടുക്കാം. എത്ര? 33,000 റുപ്യക്ക് മാരുതിയിലെ പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്താണ്. പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാം ക്ലിയർ ആണ്. എത്ര മോളാണ്? 2002 മോഡൽ. ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് എത്ര കൊടുക്കാം? പേപ്പർ 74 റുപ്യ കൊടുക്കാം. 74,000 റുപ്യക്ക് ഫോർഡിന്റെ ഐക്കണ് സെഡാൻ വണ്ടി ഡീസൽ വണ്ടി കൊടുക്കും. നല്ല സാധിക്കുമായി നല്ല അടിപൊളി ഓഫറിലാണ്. കുറെ വണ്ടികൾ സ്റ്റോക്ക് കയറാനുണ്ട്. കുറെ കയറാനുണ്ട്. ഇത് നിങ്ങൾ മൂന്നാളം പാടാണ് ഈ പരിപാടി. മൂപ്പര് പേരെന്താണ്? അലിബായി ആണ്. നിങ്ങൾ സാദിഖ് ഭായി, മൂപ്പര് സലീം ഭായി ഒക്കെ ഭായിമാരാണല്ലോ. ഏട്ടന്മാരാണോ? ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ കുറെ കാലം മുമ്പുള്ള ബന്ധങ്ങളാണ്. ഒരു പ്ലേറ്റില് ഭക്ഷണം കഴിച്ചു, ഒരു പാത്രത്തിൽ ഉറങ്ങി, അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ബന്ധം. നമ്മുടെ ലൊക്കേഷൻ പിന്നെ അങ്ങനെ? ലൊക്കേഷൻ നമ്മള് കുറുകത്താണിക്കന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ. 1/2 കിലോമീറ്റർ മലപ്പുറം ജില്ലയിലാണ് കുറുകത്താണിക്കന്ന് ഒരു 1/2 കിലോമീറ്റർ. രണ്ടത്താൻ റോട്ടില് രണ്ടത്താണിക്കന്ന് ഒരു 3.5 കിലോമീറ്റർ പോന്നാ മതി. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ വിട്ടു. BSM കാർസ് ഇന്ത്യ. BSM കാർസ് ഇന്ത്യയിലാണ് അപ്പൊ അല്ലേ? അപ്പൊ എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്? നമ്മളത് മാരുതി 800 വരുന്നത് 33,000 റുപ്യക്കാണ്. മാരുതി 800 ഉണ്ട് കൊടുക്കുന്നുണ്ട്. സ്വിഫ്റ്റ് ഡീസൽ വരുന്നത് 1,19,000 മുതൽ തുടങ്ങുന്നുണ്ട്. ഓ 75,000 റുപ്യന്റെ വണ്ടികളുണ്ട്. പിന്നെ കുറെ വണ്ടികൾ കയറാണ്ട് വണ്ടികൾ. ഏതൊക്കെ വണ്ടി കയറാണ്ട്? 2013-14 റേസർ വരുന്ന മറ്റേ i20 ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന കയറാണ്ട് നല്ല വണ്ടി. സിംഗിൾ ഓണർ ആണ്. പട്ടസാട്ടുകൾ വരുന്ന വണ്ടി. പിന്നെ വേറെ സെക്കൻഡും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. പിന്നെ വാഗണർ കയറാണ്ട്. 2015 മോഡൽ വാഗണർ. കുറെ വണ്ടികൾ കയറാണ്ട്. ഏത് വണ്ടി കുറിച്ചാൽ നമ്മൾ സെറ്റ് ആയി കൊടുക്കും. മേജർ ആക്സിഡന്റും ഫ്ലഡും എല്ലാം പറഞ്ഞു കൊടുക്കും. ഒക്കെ ഉള്ളതുള്ള മാറി കൊടുക്കും. പിന്നെ ഗ്യാരണ്ടി ഒക്കെ വരും അല്ലെ? ആൾക്കെല്ലാം ഡെലിവറി ഉണ്ടോ? ആൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ആൾക്കെല്ലാം ആൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ആൾക്കെല്ലാം ഫിനാൻസും ഉണ്ട്. ലോണിനെ പോലെ സെറ്റപ്പിൽ അല്ല നിങ്ങൾ ഏതേ കൊടുക്കും. ഓല് വന്നാൽ മാത്രം മതി. ഏകദേശം ഒരു ചെറുവണ്ടികളെ മെയിൻ ആയിട്ടുള്ള ഫുള്ള് ചെറുവണ്ടികളാണ്. സാധാരണക്കാരന് പറ്റിയ വണ്ടികൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി ലക്ഷറി വണ്ടി വേണമെങ്കിൽ നമ്മൾ സെറ്റ് ആയി കൊടുക്കും. സെറ്റ് ആയി കൊടുക്കും. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഓരോന്നോരം പരിചയപ്പെടാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊന്ന് ഒരു വണ്ടി ബാംഗ്ലൂർക്ക് ഡെലിവറി ചെയ്തു. മലയാളി സ്റ്റാഫ് ഇവിടുന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. നിങ്ങൾ കൊണ്ടെടുത്തു? നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടെടുത്തു. ബാംഗ്ലൂർ കൊണ്ടെടുത്തു. ഒരു ടൂർ അടിച്ച് പോകുന്നില്ല നിങ്ങള്? നിങ്ങൾ എല്ലാരും കൂടെ പോയത്? രണ്ടാൾക്കാർ ഓഫീസിലുണ്ടോ? എന്നാലും ഉഷാറായില്ലേ? അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാല്ലേ? സാദിഖ് ഭായ് നല്ല അടിപൊളി ഓഫറിലെ ചെറുവണ്ടികൾ കണ്ടമാനെത്തി. ഈ വിലക്ക് ദുനിയാവെന്ന് കിട്ടില്ല. ആ വിലക്ക് നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുക്കും. അപ്പൊ ആദ്യത്തെ ചെറിയ വിലന്റെ സ്വിഫ്റ്റ് ആണല്ലേ? സ്വിഫ്റ്റ്. എന്നാ എങ്ങനെ മോളെന്ന് പറഞ്ഞാണ്? 2007 വണ്ടിയാണ്. 2007 മോളില് സ്വിഫ്റ്റ് ആണ്. 27 പേപ്പർ വരുന്ന വണ്ടിയാ. 27 പേപ്പർ ഉണ്ട്. 27 പേപ്പർ ഉണ്ട്. സിൽവർ കളർ ആണല്ലേ? സിൽവർ കളർ. ഇതേതാ ഓപ്ഷൻ വരുന്നല്ലേ? ഇത് VDI ഡീസൽ വണ്ടിയാണ്. LD ആണല്ലേ? VDI കൺവേർട്ട് ചെയ്തിട്ടില്ല. LD തന്നെയാണല്ലേ? ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിൽവർ ആണ് കളർ വരുന്നത്. നമ്പർ കാണിച്ചു കൊടുക്കും. KL53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? 4300 ആണ് നമ്പർ. ഫാൻസി നമ്പർ അല്ലേ? ഫാൻസി നമ്പർ. എത്ര ഓടിക്കണെന്നാല്? ഇത് 1.60 നിലവില് ഓടിക്കുന്നുണ്ട്. എന്നാ റീപ്ലേസ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു മാഞ്ഞാളില്ല. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കാണ്ടല്ലേ? ഒന്ന് ആ ഡോറും കാര്യമൊക്കെ ടച്ച് ചെയ്യാണ്ട് ബാക്കിയുള്ള പരിപാടി. ഇഞ്ചിൻ മെക്കാനിക് ഉഷാറാ? ഇഞ്ചിൻ മെക്കാനിക് ഉഷാറാ. വർക്കിംഗ് നല്ല വർക്കിംഗ്. എല്ലാം വർക്കിംഗ് ആണ്. ഉഷാറാണ്. ഡീസലാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ട്. എന്നാ ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഇത് സിംഗിൾ ആണ്. നമുക്ക് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓ എന്നാ അങ്ങനെയൊക്കെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ? നമ്മള് വണ്ടിക്ക് ചോദിക്കുന്ന 1,19,000 റുപ്യ. എത്ര? 1,19,000. 1,19,000 റുപ്യക്ക് 2027 പേപ്പറിൽ വണ്ടി കൊടുക്കാം. 1,19,000 റുപ്യക്ക് ഞാൻ ആൾക്കാർ വരുമ്പോ കുറക്കോ? എന്ത് ചെറിയ കായ് കുറച്ച് കൊടുക്കാം. ചായക്കായ് കുറച്ച് കൊടുക്കാം. നോമ്പ് കഴിഞ്ഞ് ചാടിച്ചാലേ റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. റെഡി പൈസ വണ്ടി ഇറക്കാം. അതെ. ഒരു 10 മൈലേജ് കിട്ടില്ലേ? 20 കിട്ടൂല. എന്തായാലും ഒരു പഴി പഠിച്ചു ആൾക്കാർ വന്നോട്ടെ. ആൾക്കാർ ഫോളോവേഴ്സ് കുറച്ച് കൊടുക്കാം. അതാറുണ്ട്. അടുത്ത ലോഗണാണല്ലോ. ലോകം 2012 മോഡലാണ്.
12 മോളില് മഹീന്ദ്രന്റെ ലോഗനാണ് സെഡാൻ വണ്ടിയില. ചേട്ടാ ഡീസലാട്ടാ. ഡീസൽ വണ്ടി അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി. 20 മേലെ മൈലേജ് വണ്ടിയാ. എന്നാ ഞങ്ങൾ മോളിലെന്ന് പറഞ്ഞാണ്. ഇത് 2012 മോഡലാ. 12 മോളില് KL 19 2235 നമ്പർ വരുന്നില്ല. ഇത് ഓപ്ഷൻ ഏതാ? ഇത് 4 പവർ വിൻഡ് ഒക്കെ വരണ സ്റ്റാറിംഗ് 4 പവർ വിൻഡ് ഒക്കെ വരണ വണ്ടിയാണ്. നിലവിൽ വർക്കിംഗ് ഇല്ല. വർക്കിംഗ് ഇല്ല. അത് ഗ്യാസ് അടിക്കാൻ എന്തെങ്കിലും ചെയ്യാണ്ടാവും അല്ലേ? ഗ്യാസ് അടിക്കാനോ ചെക്ക് ചെയ്തിട്ടില്ല. വെറിറ്റോ ആണല്ലേ? വെറിറ്റോ മഹീന്ദ്ര വെറിറ്റോ ആണ്. എന്നാ എത്ര ഓടികൾ? ഇത് 1,00,000 ചില്ലാൻ ഓടിക്കും. നിലവിൽ എന്തായാലും ഓടിയിട്ടുണ്ടോ? ഓടും. ഡീസൽ വണ്ടി ആകുമ്പോൾ അത്യാവശ്യം ഓട്ടം ഉണ്ടാവും. അത്യാവശ്യം ഓടുന്ന വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ്? ഓണർഷിപ്പ് 2 or 3 ആ ലെവലിലായിട്ടുള്ളൂ. നമ്മളൊന്ന് കേക്ക് കുട്ടപ്പനാക്കി ചൊറുക്കാക്കിട്ട് വണ്ടി കൊടുക്കും. ഒന്ന് കേക്ക് കൊടുക്കാം. അതെ. റീപ്ലേസ് എന്നാല് റീപ്ലേസ്മെന്റ് നിലവില് മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലല്ലേ? മാറിയിട്ടില്ല. ജനങ്ങൾ വന്ന് ചെക്ക് ചെയ്തോട്ടല്ലേ? ചെക്ക് ചെയ്തോട്ടെ. അതെ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ധൈര്യം പറഞ്ഞു കൊടുക്കാം. അങ്ങനെ കാണി എത്ര വെറിറ്റ് നമ്മൾ ചോദിക്കും? 75 രൂപ കൊടുക്കാം. എത്ര? 75,000 രൂപ കൊടുക്കാം. 75,000 രൂപയ്ക്ക്? എത്ര? 2012 മോഡൽ. 12 മോളിൽ വരട്ടെ വെറും 75,000 രൂപ സെഡാൻ വണ്ടി ഡീസൽ വണ്ടി കൊടുക്കുക. ആൾ കേരള ഡെലിവറി കൊടുക്കോ? ആൾ കേരള ഡെലിവറി. ആൾ കേരള ആളിന്റെ ഡെലിവറി കൊടുക്കും. ആൾക്കാർ വന്നോട്ടല്ലേ? ആൾക്കാർ 20 മേലെ എന്തായാലും മൈലേജ് കിട്ടും. റെഡി കായ്ക്ക് വണ്ടി. അതേമാർക്ക് തന്നെ ഓഫർ വിലക്ക് മാരുതി സെൻ ഉണ്ടല്ലോ. MPFI ആണ്. MPFI ആണ്. എത്ര മോളിൽ? 5-6 റേസർ വരുന്നുണ്ട്. 5 മോളില് 6 രജിസ്ട്രേഷൻ. പേപ്പർ തെറ്റിക്കണം. പേപ്പർ തെറ്റിക്കണോ? പേപ്പർ ഇനി എടുക്കണം. പേപ്പർ തെറ്റി കിടക്കണം. ഞങ്ങൾ 5 മോളിൽ 6 രജിസ്ട്രേഷൻ വണ്ടി. പേപ്പർ എന്തായാലും തെറ്റിക്കണോ? പേപ്പർ ഇനി എടുക്കണം. വൈറ്റ് സ്മോക്ക് ഉണ്ട്. വൈറ്റ് സ്മോക്ക് നിലവിലുണ്ട്. ഓക്കെ. നല്ല ന്യൂ ഷേപ്പ് വണ്ടില്ല. LX ആണ് വരുന്നത്. KL 8 ആണ്. 1109 നമ്പറും വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് കൊടുത്ത നല്ല ചൊറുക്കാവൂല. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതാ മെയിനായിട്ട് പറഞ്ഞല്ലേ? ഓക്കെ. സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം നമുക്ക്. എല്ലാം കൊണ്ട് ഉഷാറല്ലേ? എല്ലാം കൊണ്ട് ഉഷാർ. എന്നാ റീപ്ലേസ് കാര്യങ്ങൾ എന്ത് കേട്ടോ? ഇതിന് റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും ഒരു സംഭവം ഇല്ല. മെയിൻ ക്ലാസ് വരാണ്ടല്ലേ? ക്രാക്ക് ഉണ്ട്. മാറിയിട്ടില്ല. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇന്ത്യയിലെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണല്ലേ? നല്ല വൃത്തിയാവും. വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പർ തെറ്റിക്കൂടെ മാത്രമേ ഉള്ളൂ അല്ലേ? പേപ്പർ തെറ്റിക്കണേ. പേപ്പർ എടുക്കണം. എടുത്താൽ മാത്രം മതി. അതിനനുസരിച്ചുള്ള വില കൊടുക്കണം. അതിനുള്ള വില കൊടുക്കും. എത്രക്ക് മാറി സെന്റ് കൊടുക്കും? 45,000 രൂപ കൊടുക്കാം. എത്ര? 45,000 രൂപ. 5 മോളില് 5 മോളിൽ 6 രജിസ്ട്രേഷൻ തന്നെ. 45,000 രൂപയ്ക്ക് മാരുതി സെന്റ് കൊടുക്കാം. ആളുകൾ വന്നോട്ടല്ലേ? ആളുകൾ റെഡി കായ്ക്ക് ഇറക്കി കൊടുക്കോ? റെഡി പൈസ കൊടുക്കാം. കുറക്കൂലല്ലോ? 45 ചായക്കായി കുറച്ച് കൊടുക്കാം. അങ്ങനെ ചായക്കായ വണ്ടിക്കായി കൊടുക്കാം. അതെ. ആളുകൾ വന്നോട്ടെ. 45,000 രൂപയ്ക്ക് മാരുതി സെന്നില് KL 8 രജിസ്ട്രേഷൻ വരുന്നുണ്ട് അല്ലേ? എന്തായാലും പെട്രോൾ ഒരു 10-16 മൈലേജ് കിട്ടുമോ? ഒരു 15 ആ ലെവല് പറയല്ലേ? പെട്രോൾ പിന്നെ അങ്ങനെയാണല്ലേ? അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. പക്ഷെ 6 മൈലേജ് കൂട്ടിയാൽ മതി. അതെ. നേരത്തെ വണ്ടി മാരുതി 800 ഒരു കുറച്ചു കാലം മുമ്പേ സിംഗിൾ ഓണർ ആയിരുന്നു. 2ക്ക് മാറിയിട്ടുള്ളൂ. ഓ, സിംഗിൾ ഓണർഷിപ്പ് മാരുതി 800 ആണ്. ഇപ്പഴത്തെ മാറിയിട്ടുള്ളൂ. സെക്കൻഡ് ആയില്ലേ? സെക്കൻഡ് ആയി. എങ്ങനെ മോഡലായിരുന്നല്ലേ? 2002 മോഡലാണ്. 2002 മോഡല് മാരുതി സെന്ന അല്ല മാരുതി 800 ആണല്ലേ? ഓ, അത്യാവശ്യം വൃത്തിലുണ്ടായിരുന്നു അല്ലേ? അത് വൃത്തിലുണ്ട്. ബോഡി ഷേപ്പുള്ള ഉണ്ട് അല്ലേ? KL 10 മലപ്പുറം വണ്ടിയാണല്ലേ? ഓക്കെ. സീറ്റ് കാര്യങ്ങള് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഒക്കെ ഉണ്ട്. ഇത് ഓട്ടം പറയാൻ പറ്റൂല അല്ലേ? ഓട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം മാരുതി പിന്നെ അങ്ങനെയാണ്. മാരുതി ഓടും. ഓടിക്കൊണ്ടേയിരിക്കും. AC ഉള്ളത്? AC ഉള്ള വണ്ടിയാണ്. AC വർക്കിംഗ് ഇല്ല. അത് നമ്മൾ പറയും. കാർബേറ്റർ ആണ്. കാർബേറ്റർ എഞ്ചിൻ പേരാണ്. അങ്ങനെ കാണി എത്രയാണ് ഈ മാരുതി നമ്മൾ ചോദിക്കുന്നത്? 33 രൂപ കൊടുക്കാം. എത്ര? 33,000 രൂപ. മാരുതിയിലെ പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്താണ്. പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാം ക്ലിയർ ആണ്. എത്ര മോഡലാണ്? 2002 മോഡല്. 2002 മോഡല്. എത്ര പേപ്പർ ഉണ്ട്? ഇതിപ്പോ 27 പിന്നെ ഈ കൊല്ലം ലാസ്റ്റ് ഇതും വരും. ഈ വർഷം ലാസ്റ്റ് ടാക്സും വരും. പേപ്പറൊക്കെ ക്ലിയർ ഉള്ള മാരുതി 33,000 രൂപയ്ക്ക് മാരുതി 800 നമുക്ക് കൊടുക്കുക. ആൾക്കാർ പെട്ടെന്ന് വിളിച്ചാൽ പെട്ടെന്ന് കൊടുക്കും. അല്ലെ? കാർപ്പറേറ്റർ ആണ്. പഠിക്കാനും പഠിപ്പിക്കാനും പറ്റിയ വണ്ടി. അതെ. 10 പോയിന്റ് മൈലേജ് കിട്ടുമോ? ഇല്ല, 15 പറയാനല്ലേ? 15 കൂട്ടിയാൽ മതി. 33 രൂപ വണ്ടിയാണ് കൊടുക്കും. അടുത്ത വണ്ടിയല്ല അടിപൊളി ബ്രസല്ലേ? ചെയ്തല്ലേ? 100 സ്റ്റിക്കർ ചെയ്തേക്കറേ. ഞങ്ങളുടെ മോഡലറിനെ 2016-17 റേസർ.
16 മോള് 17 രജിസ്ട്രേഷൻ ഉള്ള ZD ബ്രസ് ആണ്. മലപ്പുറം വണ്ടിയില മലപ്പുറം വണ്ടി ഒറിജിനൽ മലപ്പുറം വണ്ടി. ഒറിജിനൽ മലപ്പുറം വണ്ടി. അതെ നമ്പർ ഉണ്ട് നിങ്ങള് 8369 8369 369 ആ 8 ഒഴിവാക്കണല്ലേ? ആ പിന്നെ എത്ര ഓടിയിരുന്നാല് ഇത് 1,30,30,000 1,10,000 വരെ കമ്പനി സർവീസ് ആണ്. 1,30,000 ഓടിക്കണം. 1,10 കറക്റ്റ് കമ്പനി സർവീസ് സർവീസ് ഉള്ള വണ്ടിയാണ്. ഡോക്ടർ ഉപയോഗിച്ചു ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഡോക്ടർ ഉപയോഗിച്ചാണ്. ഡോക്ടർ ഉപയോഗിച്ചു. ഡോക്ടർ വിറ്റു. ഡോക്ടർ വിറ്റിട്ട് ഇപ്പൊ ഒരാളെ ഒരു വർഷമായിട്ട് മറ്റേ രണ്ടാമത്തെ ഓണർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നല്ല വൃത്തിന്റെ കൂളിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ? അടിപൊളി വണ്ടി. ZD ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ? ഫുൾ ഓപ്ഷൻ സൂപ്പർ വണ്ടി, സൂപ്പർ ക്ലാസ് വണ്ടി. എന്നാ വരുന്നവർക്ക് കിടല വണ്ടിയില്ലേ? കിടല വണ്ടി, അടിപൊളി വണ്ടി. ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു പരിപാടി. അത് ഗ്യാരണ്ടി പറയും. അത് ഗ്യാരണ്ടിയാ. എന്നാ എത്ര ആയിക്കണ്ടേ? നമുക്ക് ഇത് 6,10,000 കൊടുക്കാം. 6,10,000 ഒരു 5-5.5 ലക്ഷം രൂപ ലോണും വാങ്ങി കൊടുക്കാം. മാക്സിമം ലോൺ വെറും 50,000-60,000 വണ്ടി കൊണ്ടുപോകാം. ZD ബ്രസ് ഇറക്കാം. അതും ഗ്യാരണ്ടി ബ്രസ് കൊടുക്കാം അല്ലെ? ആൾക്കാർ വന്നോടല്ലേ? ആൾ കേരള ആളിന്റെ ഡെലിവറി കൊടുക്കും. 10-18 മൈലേജ് കിട്ടൂലേ? 20 കിട്ടും. ആ അതാണ് പറന്നു പോകല്ലേ? അതെ. അടുത്ത വണ്ടി ഫോർഡിന്റെ ഐക്കണാണല്ലോ. ഫോർഡ് ഐക്കണ് 2010 3 ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 10 മോളിലാണ്. 3ാമത്തെ ഓണർഷിപ്പ് ആണ്. എത്ര പേപ്പർ ഉണ്ട്? പുതിയ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും. 5 വർഷം പേപ്പർ എടുത്ത വണ്ടി കൊടുക്കും. വണ്ടി എടുക്കുമെങ്കിൽ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. അതെ. KL 249102 നമ്പർ വരുന്നില്ല. 10 മോളില് ഫുൾ പേപ്പർ ക്ലിയർ ആയി. ഫുൾ പേപ്പർ ക്ലിയർ. ഓട്ടം അറിയില്ലല്ലോ. ഓട്ടം പൈപ്പ് നോക്കിയിട്ട് ഡീസലല്ല, ഡീസലോണ്ട് എന്താ ഓടി ഉണ്ടാവില്ല. കാണാൻ ചൊറുക്കുള്ള ഇമ്പളല്ല. നല്ല വണ്ടി അല്ലേ? ആൾക്കാർ വന്നോട്ടല്ലേ? ലോക്ക് തുറന്നാല് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ഉഷാറാണല്ലേ? സംഭവം സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഒന്നും നോക്കാല്ല. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പുതിയ പേപ്പർ, പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ് എല്ലാം ക്ലിയർ ആയിട്ട് വണ്ടി എല്ലാം ക്ലിയർ ആക്കിട്ട് കൊടുക്കും. മേജർ ആക്സിഡന്റ് ഫ്ലഡ് എന്തെയുണ്ടോ? ഒന്നുമില്ല, അങ്ങനത്തെ മാഞ്ഞാളങ്ങളൊന്നുമില്ല. ചെറിയ ഒരു 6 മാസമായിട്ട് ഇപ്പൊ ഈ പാർട്ടി പേപ്പർ ഉത്കാലിപ്പിച്ചതിന് അപ്പൊ എന്ത് ചെയ്ത് അപ്പൊ ഈ ACന്റെ ഇതൊന്നും എടുക്കേണ്ടി വർക്ക്. ACന്റെ പണിയെടുക്കേണ്ടി വരും. പണിയാറില്ല. AC കംപ്രസറും കാര്യമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഗ്യാസിന് കുറവാകും. ഗ്യാസ് അടിച്ചാൽ ക്ലിയർ ആവില്ലേ? അങ്ങനൊക്കെ ആണെങ്കിൽ ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് എത്ര കൊടുക്കാം? പേപ്പർ 74 രൂപ കൊടുക്കാം. 74,000 രൂപയ്ക്ക് ഫോർഡിന്റെ ഐക്കണ് സെഡാൻ വണ്ടി ഡീസൽ വണ്ടി കൊടുക്കും. ഡീസൽ വണ്ടി കൊടുക്കാം. ആൾക്കാർ പേപ്പർ കൊടുക്കാം. 5 വർഷം പേപ്പർ കൊടുക്കും. 5 വർഷം പേപ്പർ വരികയാണെങ്കിൽ കുറച്ചും കൊടുക്കാം. അന്ന് ചെറിയ കാര്യം കുറച്ച് കൊടുക്കാം അല്ലേ? പൈസ ചോദിക്കണം. ചെറിയ ലാഭം 1,000-2,000 നമുക്ക് ലാഭം കിട്ടണുള്ളൂ. അതിൽ കുറച്ച് കൊടുക്കും. അതെ. 20 എന്തായാലും മൈലേജ് ഉണ്ടല്ലേ? 20 മൈലേജ് കിട്ടുമല്ലോ? അതേമാതിരി അൾട്ടോ ഉണ്ടല്ലോ. ഇത് 2008 അൾട്ടോ LXi. 2008 LXi അൾട്ടോ. 8 മോളില് LXi അൾട്ടോ ഉണ്ടല്ലേ? KL 54 തിരൂരങ്ങാടി ഉണ്ട് അല്ലേ? ഇത് LXi അല്ലേ? LXi. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ? കിലോമീറ്റർ 1 ചില്ലറ ഉണ്ടാവും. 1 ചില്ലറ ഓടിക്കണു. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ? ഓണർഷിപ്പ് 3 ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ഉഷാറാണല്ലേ? ഒന്നും ആവറേജ് ഒക്കെ ഉണ്ടല്ലേ? ഒക്കെ നമ്മളെ കേക്ക് കുട്ടപ്പനാക്കിയിട്ട് വണ്ടിയാണ് കൊടുക്കുള്ളൂ. ആൾക്കാർ വന്ന് ചെക്ക് ചെയ്തോട്ടെ. അത് നമ്മള് പറയുന്നുണ്ട്. ഇത് അങ്ങനെ കാണാൻ എത്ര പേപ്പർ ഉണ്ട്? 28 പേപ്പർ ഉണ്ട്. 28 പേപ്പറിൽ ആൾട്ടോ എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? നമുക്കൊരു 79,500 കൊടുക്കാം. 79,500 രൂപയ്ക്ക് 28 പേപ്പറിൽ ആൾട്ടോ LXi കൊടുക്കല്ലേ? നല്ല ഉള്ള വണ്ടിയില്ലേ? പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. 10 വേണ്ട എന്തായാലും മൈലേജും കിട്ടും. ഒരു 15 കിട്ടും. കിട്ടുമല്ലേ? ഓക്കെ. അതേമാതിരി ഐട്ടൺ ഉണ്ടല്ലോ. ഐട്ടണ് 2009 29 പേപ്പറിലെ വണ്ടി. 9 മോളില് 29 പേപ്പറിലെ ഐട്ടൺ ആണല്ലേ? സാധാ ഐട്ടൺ അല്ലേ? എഞ്ചിൻ വരുന്നേ. അതെ. ഇന്ന് എത്ര ഓടിക്കണമെന്നാല്? ഇത് 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ്. 1,00,000 കിലോമീറ്റർ ഇപ്പൊ നിലവിൽ ഓടിക്കണോ? ഇത് നിങ്ങൾക്ക് വണ്ടി വിൽക്കാണ് തന്നു അല്ലെ? ഒന്നും നോക്കില്ല. അല്ല വൃത്തിയിലെ വണ്ടി. അതെ. ഇത് കണ്ടെങ്കിൽ സീറ്റ് കാര്യങ്ങള് LCD കാര്യങ്ങള് എല്ലാം ഉണ്ടല്ലേ? 4 ഡോർ വിൻഡോ കാര്യങ്ങള് എല്ലാം ഉണ്ടല്ലേ? മേഖലയാണ് ഓപ്ഷൻ വരുന്നത്. നല്ല വൃത്തിയുള്ള അടിപൊളിയായി ചീപ്പ് റേറ്റ് കൊടുക്കണം. ചീപ്പ് റേറ്റ് കൊടുക്കും. അതും ബ്ലൂ കളറാണ്. ടയറ് കാര്യങ്ങൾ അതും ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? എത്ര മോളെ? 2009 വണ്ടി. എത്ര പേപ്പർ ഉണ്ട്? 29 പേപ്പർ. പേപ്പറുകൾ എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയറിലുണ്ട്. എത്ര കൊടുക്കാം? 1,09,000 രൂപ കൊടുക്കാം. എത്ര 9,000? 10 ആവൂലേ?
10,000 കുറച്ചാണ്. അങ്ങനെയാണല്ലേ? 1,09,000 റുപ്യക്ക് 10 മോളിൽ 29 പേപ്പറുള്ള ഐറ്റം കൊടുക്കാം. 29 പേപ്പറുള്ള വണ്ടി കൊടുക്കാം. 1,09,000 റുപ്യക്കല്ലേ? 1,09,000. പെട്രോൾ ആയതുകൊണ്ട് എന്തായാലും 10, 18 മൈലേജും കിട്ടും. 15 കൂട്ടിയാൽ മതി. 15, 16 കൂട്ടിയാൽ മതി. മൈലേജ് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് കാര്യമില്ല. ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ ഓട്ടം പറയും. ആൾക്കാർ വന്നോട്ടല്ലേ? റെഡി കഴിക്കൽ ഇറങ്ങുള്ളൂ. ഇതിൽ വരൂലല്ലേ? ചെറിയ വണ്ടിയൊക്കെ ചെറിയ പൈസ കൊടുക്കാം. സ്വർണം വെക്ക എടുക്കല്ലേ? അതേമാതിരി അൾട്ടോ കേട്ടുണ്ടല്ലോ. കേട്ട സിംഗിൾ ഓണർ വണ്ടിയാ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര മോഡൽ? 2013 90 ഓടിയ കറക്റ്റ് വണ്ടി. 13 മോഡല് 90,000. ആകത്തെ ഓടിയിട്ടുള്ളൂ. ബോണ്ട് റീപ്ലേസ്മെന്റ് ആണ്. മാറിയൂണല്ലേ? ബോണ്ട് LXI തന്നെ. ഇത് VXI ആയിരുന്നല്ലേ? 90,000 ഓടിയുണ്ട്. 90,000. കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങള് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടല്ലേ? സീറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അടിപൊളി ഇന്റീരിയർ കാര്യങ്ങൾ ഉഷാറാണ് അല്ലേ? 13 മോഡലും ഉണ്ട്. എല്ലാം കൊണ്ടും ചൊറുക്ക് വൃത്തി കാര്യങ്ങൾ അതും ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ആൾക്കാർ വന്നാൽ തെറ്റിപ്പോല. എന്തായാലും വന്നാൽ വണ്ടി എടുക്കും. അത് നമ്മള് ഗ്യാരണ്ടി ഉണ്ടല്ലേ? ക്വാളിറ്റി വണ്ടിയാ. അതെ. എന്നാ അങ്ങനെയാണെങ്കിൽ 13 മോഡല് ഐറ്റിന് എത്ര നമ്മൾ ചോദിക്കണ്ടേ? കേട്ടണ ചോദിക്കണ്ടേ? 1,69,000 റുപ്യ. 1,00,000 ലോൺ വാങ്ങി കൊടുക്കാം. മാക്സിമം ലോൺ വാങ്ങി കൊടുക്കാം. 1,69,000 റുപ്യക്ക് മാക്സിമം ലോൺ വാങ്ങി കൊടുക്കാം. അൾട്ടോ കേട്ടം കൊണ്ടാക്കാം. അതും 13 മോഡല് സിംഗിൾ ഈ വിലക്ക് ആ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. അങ്ങനത്തെ വണ്ടിയാണ്. വണ്ടി നമുക്ക് 1,50,000 1,40,000 കിട്ടും. ക്വാളിറ്റി സിംഗിൾ ഓണർ 1,69,000 റുപ്യക്ക് 90,000 വണ്ടി. അൾട്ടോ കേട്ടം കൊടുക്കും. അതാ ഗ്യാരണ്ടി. മാക്സിമം ലോൺ വാങ്ങി കൊടുക്കാം. മാക്സിമം വരും. ചിലപ്പോൾ ഫുള്ളും കയറും. അല്ലെങ്കിൽ ഒരു 10, 20,000 30 ബാക്കി ലോൺ വാങ്ങി കൊടുക്കാം. 10 പോയിന്റ് മൈലേജ് കിട്ടൂലേ? അത് കിട്ടും. എന്തായാലും കിട്ടും. സീരീസ് എഞ്ചിനല്ല. ഓക്കെ. അതേമാതിരി വീണ്ടും ഒരു അൾട്ടോ 800 ഉണ്ടല്ലോ. ഇത് കേട്ടനാണ്. കേട്ടൻ തന്നെയാണല്ലേ? ഓട്ടോമാറ്റിക്. കേട്ടൻ ഓട്ടോമാറ്റിക് 2019 KL 71 ആണല്ലേ? അൾട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക് കൊണ്ട് 2019 എത്ര ഓടിക്കുന്നല്ലേ? ഇത് 50 നിലവിൽ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റും കാര്യങ്ങളും 3 ഓണർ. മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഇല്ല. അത്യാവശ്യം വൃത്തിയുള്ള ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. LCD കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഡീസിന് ജെന്റ്സിന് പറ്റുണ്ടില്ല. എല്ലാവർക്കും പറ്റും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ടയറ് കാര്യങ്ങൾ അതുണ്ട്. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അല്ലേ? എല്ലാം ഉണ്ട്. ആൾക്കാർ വന്നൊരു പേടിയും പഠിച്ചിട്ടാ. അൾട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം. എത്ര മോളെ? 19 മോളിൽ എത്ര ഓടിയുണ്ടെന്ന്? 50 ഓടിയുണ്ട്. ഹിസ്റ്ററിലുണ്ട്. എത്ര കൊടുക്കാം? 2,99,000 രൂപ. 2,99,000 രൂപ. 2,99,000 രൂപയ്ക്ക് 19 മോളില് ഓട്ടോമാറ്റിക് 3,00,000 ലോൺ വാങ്ങി കൊടുക്കാം. 3,00,000 ലോൺ കയറും. ഒരു 50,000 ക്യാഷ് ബാക്കിൽ വണ്ടി കൊടുക്കും ചെയ്യാം അല്ലെ? ആൾക്കാർ വന്ന തെറ്റിപ്പോല. ഗ്യാരണ്ടി പറയും. നല്ല വണ്ടി ചെറിയ കൈക്ക് കൊടുക്കും. മാക്സിമം ലോൺ അല്ലേ? എന്തായാലും ഒരു 10 മിനിറ്റ് മൈലേജ് കിട്ടുമോ? സീരീസ് ആണ്. മൈലേജ് കിട്ടേണ്ടതാണ്. ഓട്ടോമാറ്റിക് എന്തായാലും പറയാം. ഓട്ടോമാറ്റിക് അല്ല. ഓക്കെ. അതേമാതിരി സ്വിഫ്റ്റ് ഉണ്ടല്ലോ. ഇത് CNG ഗേറ്റാണ്. CNG ഗേറ്റ് ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണല്ലേ? ഞങ്ങളുടെ മോഡലുണ്ട്. 2018 മോഡല്. 18 മോഡല്. ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 90 അവിടെയുണ്ട്. KL 55 ആണ്. തിരൂർ രജിസ്ട്രേഷൻ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 90 ജില്ല അവിടെയുണ്ട്. 90 ഓടിക്കുന്നുണ്ട്. പോരാത്തിന് CNG കയറ്റി ചെയ്തോളൂ. CNG കയറ്റിയാണ്. RC കയറി ഉണ്ട് കേട്ടോ. RC 25 കിലോമീറ്റർ മൈലേജും കിട്ടും. എന്തായാലും പെട്രോൾ മൈലേജ് കിട്ടും. VXI വണ്ടിയാണ്. സീറ്റും കാര്യമൊക്കെ ചെയ്താണ്. ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ മിയ വണ്ടിയില്ല. സൂപ്പർ വണ്ടി. അത്യാവശ്യം നല്ല മൈലേജുള്ള വണ്ടിയില്ലേ? ഒരു പേടി മേടിച്ചിട്ടുണ്ടല്ലേ? ഇതിപ്പോ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ഷോറൂമിൽ നിന്ന് പമ്പറുകൾ മാറിക്കണമെന്നല്ലാതെ മേജർ റീപ്ലേസ്മെന്റ് ഒരു പരിപാടിയില്ല. അത് നമ്മൾ ഗ്യാരണ്ടി പറയും. എന്നാ അങ്ങനെയൊക്കെയാണ് ഈ CNG ന്യൂ ഷേപ്പ് സ്വിഫ്റ്റിന് എത്ര നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമുക്ക് ഒരു 5,10,000 രൂപ കൊടുക്കാം. എത്ര? 5,10,000 കൊടുക്കാം. എത്ര മോഡലാണ്? 2018 18 മോഡല് CNG കയറ്റി വണ്ടി 5,10,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഇനി ആൾക്കാർ വരികയാണെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് പോവാം. ചെറിയ കൈ കുറച്ച് കൊടുക്കാം. തെറിച്ചിക്കണമെങ്കിൽ കുറച്ചും കൊടുക്കാം അല്ലേ? ആൾക്കാർ പറ്റല്ലേ? ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്ക് ഏകദേശം മാക്സിമം ലോൺ വാങ്ങി കൊടുക്കാം. ഒരു 4,00,000 രൂപ ലോൺ വാങ്ങി കയറും. ചിലപ്പോ ഫുൾ ലോൺ കയറും. അല്ലെങ്കിൽ ഒരു 15,000 അതെ. നല്ല വൃത്തിയുള്ള കിടിലം വണ്ടിയില്ലേ? സർവീസ് ഒക്കെ ഉള്ള വണ്ടി എല്ലാം ഉണ്ട്. അതേമാതിരി തന്നെ ഒരു റെഡ് കളർ അൾട്ടോ ഉള്ളോ? 2018
8 LXi 2008 മോഡല് LXi അൾട്ടോ രണ്ടാമത്തെ ഓണറിലായിരുന്നു വണ്ടിയാ. രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത്. നല്ല സൂപ്പർ വണ്ടിയാ. സൂപ്പർ ക്ലാസ് വണ്ടിയില നല്ല വൃത്തിലുണ്ടല്ലേ? നല്ല വൃത്തിലുണ്ട്. എത്ര ഓടിക്കണ ഓട്ടം? കിലോമീറ്റർ നോക്കട്ടെ. ഒന്നിന് വില ഉണ്ടോ? 110 ആ ലെവലിലാണ് ഇപ്പൊ നിലവിൽ ഓടിക്കണ്ടല്ലേ? സീറ്റ് കാര്യങ്ങള് ഇന്ത്യയിലെ കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ആളുകൾ വന്നാൽ തെറ്റിപ്പോല. അതാണ് പറയണ്ടല്ലേ? എഞ്ചിൻ ക്വാളിറ്റിയുള്ള വണ്ടിയാ. ഇന്ത്യൻ ക്വാളിറ്റി പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് നല്ല വണ്ടിയാ. LXi ആണല്ലേ? AC പവർ സ്റ്റാറിംഗ് ഒക്കെ ഉള്ള വണ്ടി. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്തില്ല. ഒരു പരിപാടിയും ഇല്ല. ഞങ്ങളെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ? നമുക്കൊരു 84,000 റുപ്യ കൊടുക്കാം. 84,000 റുപ്യക്ക് അൾട്ടോ LXi കൊടുക്കാം. എത്ര പേപ്പർ ഉണ്ടാകുന്നത്? 28 പേപ്പർ ഉണ്ട്. പേപ്പറിലോ ഉണ്ടല്ലേ? 84,000 റുപ്യ ഒക്കെ വില കുറച്ച് കൊടുക്കും. ജനങ്ങൾ അടിക്കട്ടെ, അത് നമ്മളെ മെയിൻ ആവശ്യമല്ലേ? ഇതൊക്കെ റെഡി കഴിക്കാർക്കാം. 10 മിനിറ്റ് ലോൺ ചെയ്യില്ല. റെഡി കഴിക്കാറ്. റെഡി പൈസ. അതെ. അതേപോലെ ഇയോ ഉണ്ടല്ലോ 2015 മോഡല് ഗ്രേ കളർ ഇയോണല്ലേ? KL 11 കോഴിക്കോട് രജിസ്ട്രേഷനുണ്ട്. ഇതത് ഓപ്ഷൻ വരുന്നേ മേഘന ഇറാപ്ലസ് ആണ് ഓപ്ഷൻ വരുന്നില്ല. ഞാൻ എത്ര ഓടിക്കണെന്നാല്? ഒന്നിന് വില ഓടിക്കണോ? കിലോമീറ്റർ ഒന്ന് നോക്കട്ടെ. ഓട്ടം കുറവാ. ഓട്ടം കുറവുള്ള വണ്ടി അല്ലേ? ഓണർഷിപ്പ് എത്രയാണോ? ഇത് സിംഗിൾ ആണ്, നമുക്ക് നോക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? ഓണർഷിപ്പാണ്. സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങൾ എത്ര? 130 കറക്റ്റ് ഓട്ടം. 1,30,000 ഓടിക്കണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് കാര്യങ്ങളില്ല. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? നല്ല ഉഷാർ, സൂപ്പർ വണ്ടിയാ. നല്ല വൃത്തികളുണ്ട്. 2015 മോഡലുണ്ട്. മോഡലുണ്ടല്ലേ? 15 മോഡലുണ്ട്. വില കേട്ട ആൾക്കാർ നെട്ടു. എന്നാ വില പറഞ്ഞാണ് 1,65,000 റുപ്യ. 1,65,000 രൂപ കൊടുക്കാം. ഫുൾ ഓൺ തന്നെ കയറും. 15 മോഡലല്ലേ? ഫുൾ ഓൺ കയറൂലേ? 1,65,000 റുപ്യക്ക് ഇയോൺ കൊടുക്കല്ലേ? അതും 15 മോഡലാണ്. നല്ല വൃത്തിയില്ല, സൂപ്പർ വണ്ടി. ആദ്യം വരുന്നവർക്ക് വണ്ടി കൊടുക്കും. തിരക്കൂടരുതില്ലേ? അതാണ് 10 മിനിറ്റ് വില വെച്ചിട്ടില്ലേ? എന്തായാലും കിട്ടും. അടുത്ത വണ്ടി സാൻഡ്രോ അല്ലേ? ചെറിയ കായ് കൊടുക്കാത്ത സാധനങ്ങള്. ചെറിയ പൈസ കൊടുക്കാൻ 2-3 ഉണ്ടല്ലോ അല്ലെ? 2 വണ്ടി ഉണ്ട്. എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2006 മോഡല് സാൻഡ്രോ ആണ്. സിൽവർ കളറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. നല്ല വണ്ടി. ഇതിന്റെ ഏസിന്റെ ഒരു ബോളർ ഫാൻ ഇത് മാറ്റാണ്ട്. എത്ര മോഡൽ വരുന്നത്? 2006 വണ്ടിയാണ്. 6 മോഡൽ എത്ര? ടാക്സ് പുതിയ ടാക്സ് കിട്ടിയാണ്. 30 ടാക്സ് കിട്ടിയാണ്. 30 ടാക്സ് ഉണ്ട്. പേപ്പർ റിന്യൂവൽ നമ്മൾ ഈ വർഷം ലാസ്റ്റ് എടുക്കേണ്ടി വരും. നമ്മൾ എടുത്തു കൊടുക്കും? അതോ അല്ലല്ല, ഒരു വർഷത്തെ ടൈം ഉണ്ടല്ലോ. അതിന്റെ ശേഷം AC പവർ സ്റ്റാറിംഗ്, 2 ഡോർ വിൻഡോ കാര്യങ്ങള് ഒക്കെ വരൂലേ? അത്യാവശ്യം വൃത്തിയുള്ള 4 ഡോർ വിൻഡോ, ബാക്ക് വൈഫർ വരും. ബാക്ക് വൈഫർ ഉണ്ടല്ലോ. അത്യാവശ്യം സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറിലുണ്ട്. ചൊറുക്കുള്ള വണ്ടി. അതെ. ടാക്സ് കാര്യങ്ങളൊക്കെ കെട്ടിയാണ്ടാണ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇനി റിന്യൂവൽ ഒരു കൊല്ലം പേപ്പർ ഉണ്ട്. അപ്പൊ അതിന്റെ ശേഷം ആ ടൈം മതിയല്ലേ? എത്ര ഓട്ടം പറയാൻ പറ്റുമോ? കിലോമീറ്റർ എന്തായാലും ഒന്നിന്റെ ഉള്ളിലുണ്ടോ? ഒന്നിന്റെ ലെവലുണ്ടാവും അല്ലേ? ഓണർഷിപ്പ് ഓണർഷിപ്പ് 2 നിലവിലുള്ള. റീപ്ലേസ് മേജർ കാര്യങ്ങളൊന്നും എത്ര കൊടുക്കുന്നാല്? നമുക്കൊരു 59,900 കൊടുക്കാം. അത് അങ്ങനെ 59,900. മതി. 59,900 റുപ്യക്ക് സാൻഡ്രോ കൊടുക്കാം അല്ലേ? പേപ്പറിലുണ്ട്. ടാക്സ് ഒക്കെ അടിച്ചോണ്ട്. ഓക്കെ. ഒരു 10-15 മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ. അതേ മാർക്കാണ് വീണ്ടും സാൻഡ്രോ ബ്ലാക്ക് എഡിഷൻ 2006 മോഡല്. 2 ഓണറായിട്ടുള്ള നല്ല വണ്ടി, സൂപ്പർ വണ്ടി. KL 13 ആണല്ലേ? എത്ര പേപ്പർ ഉണ്ടെന്നാല്? ഇത് പേപ്പർ ഈ വർഷം ലാസ്റ്റ് ഉണ്ട്. കിലോമീറ്റർ കാര്യങ്ങള് 1,00,000 ഓടിക്കണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓൺ ആയിട്ടുള്ളൂ. ഇത് ഒരു 2 വർഷം വരെ ഒറ്റ ഓണർ ഉപയോഗിച്ച വണ്ടിയാ. 2 വർഷം വരെ. അതിന് ശേഷം മാറിയിട്ടുള്ളൂ. നല്ല വണ്ടിയാ. സീറ്റ് കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. AC പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ആട്ടാ. എല്ലാം ഉണ്ട്. സൂപ്പർ വണ്ടി. സെക്കൻഡ് കീ ഉണ്ട്. സെക്കൻഡ് കീ ഉണ്ടോ? സെക്കൻഡ് കീ കാര്യങ്ങൾ അതും ഉണ്ട്. ടയർ കാര്യങ്ങളാണ് അതും ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? അതെ. എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് ഞമ്മക്കൊരു 61,000 61,000 റുപ്യക്ക് 2006 മോഡല് 26 ലാസ്റ്റ് വരെ പേപ്പറിലുണ്ട്. ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പറിലെ വണ്ടി നമ്മൾ കൊടുക്കും. അതും ബ്ലാക്ക് എഡിഷൻ വണ്ടി. AC പവർ സ്റ്റാറിംഗ് 2 കീ ഒക്കെ ഉള്ള വണ്ടി. എല്ലാം ഉണ്ട്. അത് മതില്ലേ? ചെറിയ ലാഭം മതി. 10-15 മൈലേജും കിട്ടും. അടുത്ത വണ്ടി വേഗണർ ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയില്ല? 2013-14 രജിസ്റ്റർ വണ്ടി. 13 മോഡല് 16 രജിസ്ട്രേഷൻ. ജില്ല ഓടിയ വണ്ടി. എത്ര? 90 ജില്ല ഓടിയ വണ്ടി. നിലവിൽ ഓടിയ വണ്ടിയില്ലേ? 94,000.
LX ഉണ്ട്, LX KL 11 ആണല്ലേ. 90 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാ? 3 ഓണർ നിലവിലുള്ളല്ലേ? 3 ഓണർ നിലവിൽ. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ബോണ്ട് റീപ്ലേസ് ആണ്. മാറിക്കണോ? മാറിക്കണേ. വേറെ മേജർ കുറ്റി അപ്രോണ് അതൊന്നുമില്ല, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ലൈൻ ഉണ്ടല്ലോ, മെയിൻ ക്ലാസ് ലൈന് ചെറിയൊരു വില ഉണ്ടല്ലേ? മാറിയിട്ടില്ല. LCD കാര്യങ്ങൾ അതുണ്ട്, സീറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. അത്യാവശ്യം വൃത്തിയിലുണ്ടാണല്ലേ? അത്യാവശ്യം വൃത്തിയിലുണ്ട്. ടയർ കുറച്ച് കമ്മി ഉണ്ടല്ലേ? ടയർ ചെറിയ കുറവുണ്ട്. സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ഉഷാറുള്ള വണ്ടി. ബോണറ്റ് റീപ്ലേസ് ആണ് പറഞ്ഞത് അല്ലേ? മേജർ കുറ്റി അപ്രോൺ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. എന്നാ അങ്ങനെ കാണുക എത്രയാണ് ഈ 13-14 രജിസ്ട്രേഷൻ വാഗണർ ചോദിക്കുന്നുണ്ട്? നമുക്ക് 2,27,000 രൂപയ്ക്ക്, 2,15 ലക്ഷം രൂപയ്ക്ക്, 2,27,000 രൂപയ്ക്ക് വാഗണർ 13-14 രജിസ്ട്രേഷൻ കൊടുക്കാൻ നമുക്ക്. ഫുൾ ഓൺ ഒരു മുടക്കം വേണ്ട. ആൾക്കാർ വന്ന വണ്ടി കൊണ്ട് പോയാൽ മാത്രം മതി. ലോൺ പരിപാടി നിങ്ങൾ ചെയ്ത് കൊടുക്കും അല്ലെ? ചെയ്ത് കൊടുക്കും. ഓര് വന്നാൽ മാത്രം മതി. ഒരു പണി പഠിച്ചണ്ട. ആധാർ കാർഡും പാൻ കാർഡും ഓല് വിളിച്ചോട്ടെ, ബാക്കി നമ്മൾ ചെയ്തോളൂ. എന്തായാലും 10-15 മൈലേജും കിട്ടും. കോഴിക്കോട് രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ. അതേമാതിരി റിഡ്സ് ഉണ്ടല്ലോ. റിഡ്സ് ഉണ്ട് 2014 മോഡൽ റിഡ്സ്, VDI 14 മോഡൽ റിഡ്സ് ആണ്. VDI ആണ്, ഡീസൽ വണ്ടിയാണ്. KL 3 ആണ്. 1555 നമ്പർ വരുന്നത്. VDI വണ്ടിയില്ലേ? ഡുവൽ ടോൺ കളർ ചെയ്ത് അല്ലെ? സിൽവർ കളറാണ്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ഓടിക്കണമെന്നാല്? ഇത് 90 ചില്ലാനം കിലോമീറ്റർ ഓടിക്കണേ. സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞ 3 ഓണർ, 3ാമത്തെ ഓണർഷിപ്പിലാണ് അല്ലേ? സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയിലുണ്ടല്ലേ? ചെറിയ LCD കാര്യങ്ങൾ അതുകൊണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്തില്ല. റീപ്ലേസും ഇല്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ടൈമിംഗ് ചെയിനൊക്കെ പുതിയ മാറിയതാ. ടൈമിംഗ് ചെയിൻ നിങ്ങൾ മാറ്റിയൊക്കെ ക്ലിയർ ആണ്. അപ്പൊ എടുക്കുന്നവർക്ക് ഞാൻ അങ്ങനത്തെ പ്രശ്നങ്ങള് പരിപാടികള് ഒരു പരിപാടി ഇല്ല, ഒന്നുമില്ല. ജനങ്ങൾ വന്നാൽ മാത്രം മതി. അങ്ങനൊക്കെയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 2,95,000. 2,95,000 രൂപയ്ക്ക് 14 മോഡൽ കൊടുക്കാം. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോൺ 2.25 ലക്ഷം വരെ ലോൺ വാങ്ങി കൊടുക്കാം. മാക്സിമം വരും. വെറും 20,000 മുടക്കില് റിസോളം കൊണ്ടുപോകാൻ ആളുകൾ വന്ന ഒരു പേടി പേടിച്ചു. ജനങ്ങൾക്ക് വണ്ടി കൊടുക്കും അല്ലെ? 20 മേലെ മൈലേജ് കിട്ടില്ല? എന്തായാലും കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി ടാറ്റന്റെ ടിയാഗോ പെട്രോൾ വണ്ടിയാണ്. 2021 മോഡലായിരുന്നു വണ്ടി. 2021 മോഡൽ. 21 മോഡലുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 90 ജില്ല വണ്ടി. 90 കിലോമീറ്റർ. ഫുൾ ഓപ്ഷൻ ആട്ടോ. ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാ. നല്ല വൃത്തിയിലുണ്ട്. ടച്ചപ്പും കാര്യങ്ങളും ടച്ചപ്പ് ചെയ്താൽ ചെയ്യാണ്ട് ആൾക്കാർ പറ്റല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലവില് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ടല്ല. എത്ര ഓടിയാണ്? 90 ജില്ല വണ്ടി. നിലവിൽ ഓടിക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ഉഷാറാണല്ലേ? നല്ല ഉഷാറാ. നല്ല വൃത്തിയിലുണ്ടല്ലേ? 5 സ്റ്റാർ റേറ്റിംഗിലുണ്ടല്ലേ? അത് നമ്മൾ പറയുന്നുണ്ട്. എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര നമ്മൾ ചോദിക്കും? 4,99,000 രൂപ കൊടുക്കാം. 4,99,000 രൂപയ്ക്ക് ലോൺ കയറ്റി കൊടുക്കാം. 21 മോഡൽ ടിയാഗോ കൊടുക്കാം. അതും ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. ഫുൾ ഓൺ ഉറപ്പ് മുടക്കും വേണ്ട. ആൾക്കാർ വന്നോട്ടെ. ആൾക്കാർ വണ്ടി കൊണ്ടുപോട്ടെ. അതോട് പറയണ്ടേ? ഡെലിവറി കുറച്ച് കൊടുക്കും. അത് വേറെ അതെന്തായാലും ആൾക്കാർ വന്നാൽ കുറച്ച് കൊടുക്കും. ആൾ കേരള ഡെലിവറി ഉണ്ട്. ഡെലിവറിയാ ഉണ്ടല്ലേ? എവിടെയും കൊടുക്കും. എന്നാ പെട്രോൾ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ആകുമ്പോൾ മൈലേജ് ഒരു 10 മൈനറ്റ് മൈലേജ് കിട്ടൂലേ? കിട്ടിയ കാര്യല്ലേ? 15 പറഞ്ഞു നോക്കാം. ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ ഓട്ടം. അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. ആൾക്കാർ പറ്റില്ല. നമ്മളിത് പറഞ്ഞു കൊടുക്കണം. ആൾക്കാർ ഡ്രൈവിംഗ് ഫസ്റ്റ് സെക്കൻഡ് ഇട്ട് പോകണമെങ്കിൽ മൈലേജ് കിട്ടൂല. ഹൈവേ ഹൈവേലൊക്കെ പോകുമ്പോൾ ചില ഡ്രൈവർമാരുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ അങ്ങോട്ട് ഗിയർ മാറ്റൂല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനത്തെ നമ്മൾ മൈലേജ് പറഞ്ഞു കൊടുത്താൽ പിന്നെ നമ്മളെ നിരക്ക് വരും. വണ്ടി മൈലേജ് ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ ഓട്ടാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. എന്തായാലും ഫുൾ ഓൺ 21 മോഡല് 4,99,000 വണ്ടി കുറച്ച് കൊടുക്കും. അതാണ് ഫ്രണ്ട്സ്. അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനലിലേക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.